ഓം ശ്രീ സായിരാം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്ലോകം തത് വൈരാഗ്യം ജുഗുപ്സ യാ ദർശനശ്രവണാദിഭിഃ ദേഹാദി ബ്രഹ്മപര്യന്തേ ഹ്യനിത്യേ ഭോഗ്യവസ്തുനി. ഈ ശ്ലോകമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതില് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അതിൽ ബാക്കി നോക്കാനായിട്ടിരിക്കുന്നത് ശങ്കരാചാര്യരുടെ ആ വൈരാഗ്യ വർണ്ണന കുറച്ചുകൂടി അതിനകത്തുണ്ട്. തത് വൈരാഗ്യം, അതാണ് തുടങ്ങുന്നത്. തത് വൈരാഗ്യം ജുഗുപ്സ എന്നാ പറഞ്ഞത്. തത് വൈരാഗ്യം, അതാണ് വൈരാഗ്യം. തത് വൈരാഗ്യം, അതാണ് വൈരാഗ്യം. യാ ജുഗുപ്സ. ജുഗുപ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വേണ്ട എന്നുള്ളൊരു മനോനില. ഇതിനാണ് ജുഗുപ്സ എന്ന് പറയുന്നത്. എനിക്കിത് വേണ്ട എന്നുള്ള മനോനില. ഭോഗ്യവസ്തുനി, ഭോഗവസ്തുക്കളിൽ, ഭോഗവസ്തുനി, അതിന് ഭോഗ്യവസ്തുനി എന്നും ചില പ്രിന്റിങ് കാണുന്നുണ്ട്. ഭോഗവസ്തുക്കളിൽ, ഭോഗവസ്തുനി ജുഗുപ്സ, അതിന്റെ പേരാണ് വൈരാഗ്യം. ഭോഗവസ്തുക്കളില് എനിക്കിത് വേണ്ട എന്നുള്ളൊരു മനോനില ഉണ്ടെങ്കിൽ അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഭൂമിയിലെ ഭോഗവസ്തുക്കൾ മാത്രമല്ല, മറ്റു ലോകത്തിലെ ഭോഗവസ്തുക്കളെയും ചേർത്താണ് ശങ്കരാചാര്യസ്വാമി പറഞ്ഞിരിക്കുന്നത്. കാരണം ഭൂമിയില് സുഖം അനുഭവിക്കുമ്പോൾ ദുഃഖം വരാം. അതേസമയം ശാസ്ത്രം പറയുന്നത് സ്വർഗം എന്ന ലോകത്തില് സുഖം അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ദുഃഖമേ ഉണ്ടാവില്ല എന്നാ പറയണത്. ആരും പോയി വന്നവരൊന്നുമില്ല, ശാസ്ത്രം പറയുന്നു. എല്ലാ ഋഷിമാരെ ശാസ്ത്രം പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് പറയുന്നതും ശാസ്ത്രം വഴിയാണ്. അപ്പൊ അങ്ങനെ സ്വർഗലോകത്തിൽ ആ ലോകത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനകളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ് ആ ലോകത്തിനും ഈ ലോകത്തിനും തമ്മിലുള്ള വ്യത്യാസം സുഖങ്ങളുടെ കാര്യത്തിൽ എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ആചാര്യന്മാര് പറയുന്ന ചെറിയൊരു സിമ്പിൾ ഉദാഹരണം, നമ്മളിപ്പോ നല്ല സന്തോഷമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോവുക. അപ്പൊ എന്തായി? ഒരു സുഖം അനുഭവിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഡിസ്റ്റർബൻസ്, ഒരു ദുഃഖമായി. അല്ലെങ്കിൽ നല്ല ആസ്വദിച്ച് ചായയോ കാപ്പിയോ കുടിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ നന്നായിട്ടൊരു കൊതുക് കടിക്കുന്നു. പെട്ടെന്ന് അതിന്റെ രസം കൊണ്ട് പോയി. നല്ല കടി നമുക്ക് കയ്യെത്താ, ഒരു കൈ ഗ്ലാസ് ഇരിക്കുക, അല്ലെങ്കിൽ ഒരു കൈ ഗ്ലാസ്, ഒരു കയ്യിൽ ഡവറായും രണ്ടും കൂടി ഇരിക്കുന്നു, കപ്പും സോസറൊക്കെ ഇരിക്കുന്നു. ഈ സമയത്ത് ഒരു കൊതുക് കടിച്ചാൽ അതിന്റെ രസം കൊണ്ട് പോയില്ലേ എന്ന് പറഞ്ഞ മാതിരി ഭൂമിയിലെ ഏത് സുഖങ്ങൾ അനുഭവിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റർബൻസ്, ഒരു വിഷമം ഒക്കെ ഉണ്ടാകാം. അതേസമയം സ്വർഗത്തിലൊക്കെ സുഖം അനുഭവിക്കുമ്പോൾ, ഇപ്പോൾ സിനിമ, അവിടുത്തെ സിനിമ കാണുകയും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതേമാതിരി നൃത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നൃത്തം തന്നെ, എന്ത് സുഖം ആസ്വദിക്കുമ്പോൾ, നല്ല സദ്യ കൊണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. അങ്ങനെ ഏത് തരം സുഖമാണോ അനുഭവിക്കുന്നത് ആ സുഖത്തില് ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ലെന്നാ പറയുന്നത് സ്വർഗത്തിന്റെ കാര്യത്തില്. അപ്പൊ അങ്ങനെ അവിടെയുള്ള ആ സുഖത്തിലും ആഗ്രഹം പാടില്ല. ഇവിടെയുള്ള സാധാരണ നമ്മളൊക്കെ അനുഭവിക്കുന്ന സുഖങ്ങളിലും നമുക്ക് ആ ഭോഗവസ്തുക്കളില് വേണ്ട എന്നുള്ളൊരു മനോനില ഉണ്ടാകണം. അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി പോലെ വൈരാഗ്യം വരാൻ പറ്റിയ ഒരു സ്ഥലം വേറെ ഇല്ലെന്നാ പറയുന്നത്. ഇപ്പൊ സ്വർഗത്തിൽ പോയാൽ വൈരാഗ്യം ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ ഈ സുഖം തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈരാഗ്യം മനസ്സിൽ വരാൻ ബുദ്ധിമുട്ടാണ്, വരില്ല. പിന്നെ മോക്ഷത്തിന്റെ ഒരു ആഗ്രഹം വന്നാലല്ലേ അത് വരുള്ളൂ.
അപ്പൊ ഈ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇനിയിപ്പോ മോക്ഷത്തിന് ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാം സുഖമായിട്ടിരിക്കുന്നു, ഇനിയിപ്പോ എന്താ പ്രശ്നം എന്തോ. ഭൂമിയിലാണ് സുഖവും ദുഃഖവും മാറി 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 വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ ശാശ്വതമായ ഒരു പരിഹാരം വേണമല്ലോ എന്നൊരു ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ ശാശ്വതമായ സുഖം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ശാസ്ത്രം പറയും, സ്വർഗത്തിലെ സുഖവും ശാശ്വതമല്ല. കാരണം പുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗലോകം ലഭിക്കുന്നത്, സ്വർഗസുഖം ലഭിക്കുന്നത്. ആ പുണ്യം ക്ഷയിക്കുമ്പോൾ തിരിച്ചു ഭൂമിയിലേക്ക് വരേണ്ടി വരും. അതുകൊണ്ട് അവിടുത്തെ സുഖവും ശാശ്വതമായ സുഖമല്ല എന്ന് ശാസ്ത്രം പറയും. അപ്പോഴാണ് അങ്ങനെയെങ്കിൽ ശാശ്വതമായ സുഖം എന്താണ്? അത് ആത്മലാഭമാണ്, ആത്മാവിനെ അറിയലാണ് എന്ന് പറഞ്ഞ് മുമുക്ഷുത്വം ഉള്ളിൽ ഉണ്ടാകുന്നത്. ഈ ലോകസുഖം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ്, അല്ലെ? ഇവിടത്തെ ഈ ലോകത്തിലെ സുഖം എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്? 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോ ആ ഓരോന്നിലും വിരക്തി വരണം. അതേപോലെ മേൽലോകങ്ങളിൽ ചെന്നാലും ആ സുഖങ്ങളിൽ വിരക്തി വന്നാലേ മോക്ഷപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോ അനിത്യം എന്നുള്ള ഒരു കാരണം കണ്ടിട്ട് വേണം വിരക്തി ഉണ്ടാവും. അനിത്യം എന്നൊരു, ഇതൊന്നും നിത്യമല്ല എന്ന് മനസ്സിനകത്ത് ഉറച്ചാലേ വിരക്തി അഥവാ വൈരാഗ്യം വരികയുള്ളൂ. അപ്പൊ ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വൈരാഗ്യം വരാനായിട്ട് പ്രാർത്ഥിക്കണം. അത്ര എളുപ്പമല്ല ഒരു കാര്യമല്ല, അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം അത്. അപ്പൊ കാലക്രമേണ അത് പതുക്കെ ജുഗുപ്സ ഉണ്ടാവും. ദർശനശ്രവണാദിഭിഹി, അല്ലെ? ദർശനശ്രവണാദിഭിഹി എന്താണ് നമുക്കുണ്ടാവുക? അറിവ് ഉണ്ടാകും. അറിവ് നേടണമെന്ന് പറയാൻ പറ്റുമോ? ഒരാളോടും അറിവ് നേടാൻ പറ്റില്ല. അറിവ് നേടണം. ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അറിവ് നേടണം, ആവശ്യമാണ്. അനുഭവങ്ങളിൽ കൂടി അറിവ് വരും, അതും ആവശ്യമാണ്, വേണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചാലേ ഞാനത് വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആൾക്കാരുടെ ഇടയിൽ. അനുഭവത്തിൽ കൂടി മാത്രമേ ഞാനത് വിശ്വസിക്കൂ എന്ന് കടുംപിടുത്തം പിടിച്ചാൽ നടക്കില്ല. മറ്റുള്ളവരുടെ അനുഭവം കണ്ടും നമുക്ക് പഠിക്കാം. എന്തേ പറ്റായകയുണ്ടോ? ഇല്ലല്ലോ. മറ്റുള്ളവരുടെ അനുഭവം കണ്ട് പഠിക്കാം. എത്രയോ കാര്യങ്ങൾ അങ്ങനെ പഠിക്കാം. എല്ലാം സ്വന്തം അനുഭവത്തിൽ കൂടെ മാത്രമേ പഠിക്കുള്ളൂ, ഞാൻ അങ്ങനെ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ചാൽ നമുക്ക് എത്തേണ്ടതായ അന്തിമ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ഇപ്പൊ ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കുന്ന ഒരു ഗുരു പറയുന്നു, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, ആത്മാവിനെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് ബ്രഹ്മനിഷ്ഠന് പറയാൻ സാധിക്കും. അപ്പൊ ഞാനത് വിശ്വസിക്കില്ല, എന്റെ അനുഭവത്തിലേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അനുഭവം വന്ന ശേഷം വിശ്വാസം എന്നത് ഇവിടെ പ്രാക്ടിക്കൽ അല്ല. ഇവിടെ വിശ്വസിച്ച് അനുഭവത്തിലേക്ക് എത്തണം എന്നാണ്. ശാസ്ത്രത്തിൽ വിശ്വസിച്ച്, ഗുരുക്കന്മാരിൽ വിശ്വസിച്ച്, അവർ പറയുന്ന അനുഭവങ്ങളിൽ, അവരുടെ അനുഭവങ്ങളിൽ വിശ്വസിച്ച് ആ വഴിയിലേക്ക്, അവർ പറയുന്ന വഴിയിൽ കൂടി യാത്ര ചെയ്താൽ ആ ലക്ഷ്യം നമുക്ക് നേടാം. ഞാൻ അനുഭവിച്ച ശേഷമേ അത് പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അനുഭവിക്കൽ ഒരിക്കലും ഉണ്ടാവില്ല. ഈ കാര്യത്തിൽ, ഈ ആത്മീയ കാര്യങ്ങളിലെല്ലാം അങ്ങനെയാണ്. അപ്പോ അതില് വിശ്വാസം ഉറയ്ക്കാനാണ് നമ്മൾ മഹാത്മാക്കളുടെയൊക്കെ കഥ പഠിക്കുന്നത്. അങ്ങനെയൊക്കെ അവരുടെയൊക്കെ കഥകൾ പഠിച്ചാലേ ശ്രവണ ദർശനങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് അറിവ്, വേണ്ട അറിവ് ഉള്ളിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ ഈ സ്വർഗമൊന്നും കണ്ടിട്ടില്ലല്ലോ, ബ്രഹ്മലോകം, ഇതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് ശാസ്ത്രത്തിൽ കൂടിയേ വിശ്വസിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വിശ്വസിക്കാൻ പറ്റില്ല. ശാസ്ത്രത്തിൽ കൂടി വിശ്വാസം വരണം, അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ നേടാൻ സാധിക്കും. അപ്പോ ആ ശാസ്ത്രത്തെ വിശ്വസിക്കണം എന്ന് പറയുമ്പോ വിശ്വസിച്ചു, ഓക്കെ. ആ ശാസ്ത്രം തന്നെ പറയുന്നു, ആ ശാസ്ത്രം തന്നെ എന്താ പറയുന്നേ? സ്വർഗലോകവും നശിക്കും,
പുണ്യം തീരുമ്പോ സ്വർഗവും തീരും, നമ്മുടെ വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരും എന്ന് ശാസ്ത്രം തന്നെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ മറ്റു ലോകങ്ങളിലെ സുഖം അനിത്യമാണ് എന്നുള്ളതിന് നമുക്ക് സംശയം വേണ്ട കാര്യമില്ലല്ലോ. കാരണം നമ്മളിപ്പോ ആത്മീയതയിലേക്ക് ഇറങ്ങി ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് സ്വർഗമുണ്ട്, സ്വർഗസുഖവുമുണ്ട്, പക്ഷെ അത് അനിത്യമാണ്, പുണ്യം കൊണ്ട് നേടുന്നതാണ്, പുണ്യം ക്ഷയിക്കുമ്പോൾ അത് തീരും എന്ന് പറയുന്നു. യഥാ കർമ്മചിതോ ലോകഃ തഥാ അമുത്ര പുണ്യചിതോ ലോകഃ ക്ഷീയതേ എന്നാണ് പറയുന്നത്. യഥാ കർമ്മചിതോ ലോകഃ തഥാ അമുത്ര പുണ്യചിതോ ലോകഃ ക്ഷീയതേ. സ്വർഗലോക സുഖങ്ങളും അനിത്യമാണ്. ഇത് ശ്രവണത്തിൽ കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ശ്രവണത്തിൽ കൂടിയാണ് ഇത് ലഭിക്കുന്നത്, ശാസ്ത്ര ശ്രവണത്തിൽ കൂടി. അപ്പോ ഉപദേശം ആദ്യം കേൾക്കുമ്പോൾ വിവേകം വരും. ഉപദേശങ്ങൾ ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിൽ ചെറിയ രീതിയിൽ വിവേകം ഉണ്ടാകും. വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് വിവേക അഭ്യാസമാവും. കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിവേക അഭ്യാസമാകും. അപ്പോൾ മനഃശക്തി വരും. വിവേകം, വിവേക അഭ്യാസം, പിന്നീട് മനഃശക്തി. അപ്പൊ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ നോക്കുമ്പോൾ വൈരാഗ്യം എന്നാൽ വിവേകം മൂലം മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ശക്തിയാണ്. വിവേകം മൂലം മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ശക്തി. ആ ശക്തി ഭോഗവസ്തുക്കളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നു. അതിൻ്റെ അനിത്യത്വത്തെ നമുക്ക് പറഞ്ഞു തന്ന്, നമ്മുടെ മനസ്സിനൊരു ശക്തി തന്ന്, ഇതല്ല നേടേണ്ടത്, ലക്ഷ്യം നേടാൻ ഇത് ഉപകരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തി അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ശക്തി തരുന്നു. അപ്പോ ബുദ്ധിയുടെ ഒരു പക്വതയാണ് വിവേകം എന്ന് പറയാം. ബുദ്ധിക്കൊരു പക്വത വന്നാലാണ് വിവേകം. ഈ വിവേകം മനസ്സിൽ വ്യാപിച്ച് ശക്തി പ്രാപിക്കുമ്പോൾ വൈരാഗ്യം. വിവേകം മനസ്സിൽ, പക്വത വന്ന വിവേകം മനസ്സിൽ വ്യാപിച്ച് ശക്തി പ്രാപിക്കുമ്പോൾ അതിൻ്റെ പേര് വൈരാഗ്യം. നമ്മൾ നേരത്തെ പണ്ട് ആദ്യം പഠിച്ച തൈത്തിരീയ ഉപനിഷത്തില് സുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവസാന ഭാഗത്ത് ഓരോ സുഖങ്ങളെയും അതിന്റെ 100 ഇരട്ടി, അതിന്റെ 100 ഇരട്ടി എന്നും പറഞ്ഞ് കുറെ സുഖങ്ങളെ പറഞ്ഞിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു. എന്നിട്ട് അവിടെ വൈരാഗ്യത്തെയും പറയുന്നുണ്ട്. ത്യാഗം വഴി 100 പങ്ക് കൂടുതൽ കിട്ടും. ഒരു സുഖത്തെ ത്യജിക്കുമ്പോൾ അതിന്റെ 100 മടങ്ങൊരു സുഖം അപ്പുറത്ത് വരും. അതിനെ ത്യജിക്കുമ്പോൾ അതിന് 100 മടങ്ങൊരു സുഖം അപ്പുറേ വരും. ഇങ്ങനെ പറഞ്ഞ് അവസാനം എല്ലാത്തിനെയും വൈരാഗ്യം കൊണ്ട് കീഴടക്കുമ്പോൾ പരമമായ ആനന്ദം ലഭിക്കും എന്ന് തൈത്തിരീയ ഉപനിഷത്തില് ഭംഗിയായിട്ട് പറഞ്ഞു. ഓരോരോ ഉദാഹരണങ്ങളെ പറഞ്ഞു, ഓരോ സുഖങ്ങളെ പറഞ്ഞ് അത് ഉപേക്ഷിക്കുമ്പോൾ അതിന്റെ 100 ഇരട്ടിയുള്ള ഒരു സുഖം വേറെ ലഭിക്കും. അതിനെ ഉപേക്ഷിക്കുമ്പോൾ അതിനേക്കാൾ 100 ഇരട്ടിയുള്ള വേറൊരു സുഖം ലഭിക്കും. അതിനെയും ഉപേക്ഷിക്കുമ്പോൾ അതിനേക്കാൾ 100 ഇരട്ടി ഒരു സുഖം ലഭിക്കും. ഇങ്ങനെ പറഞ്ഞു അവസാനം പറഞ്ഞു അതും ഉപേക്ഷിക്കുമ്പോൾ പരമമായ ആനന്ദം ലഭിക്കും എന്ന്. അങ്ങനെയാണ് ആ വൈരാഗ്യത്തെ കൂട്ടി കൊണ്ടുവരും. അപ്പൊ മുഴുവനായിട്ട് ശ്ലോകത്തെ നോക്കിയാൽ എങ്ങനെയാണ്? തദ്വൈരാഗ്യം ജുഗുപ്സായ. എങ്ങനെയാണ് ആ ശ്ലോകം വന്നത്? തദ്വൈരാഗ്യം ജുഗുപ്സായ ദർശന ശ്രവണാദിഭിഹി ദേഹാദി ബ്രഹ്മപര്യന്തേ അനിത്യേ ഭോഗവസ്തുനി. ഏതൊരു ജുഗുപ്സ വേണ്ട എന്ന മനനില, അത് വൈരാഗ്യം. ഈ ജുഗുപ്സ വിവേകത്തിൽ നിന്ന് വരണം. വിവേകത്തിൽ നിന്ന് എങ്ങനെ വരും? ദർശന ശ്രവണാദിഭിഹി. ദർശനം കൊണ്ടും ശ്രവണം കൊണ്ടും വിവേകമുണ്ടായി ഈ വിവേകം ഉണ്ടാകും. ആ വിവേകത്തിൽ നിന്ന് ജുഗുപ്സ വരണം. ഏതിലാണ് വൈരാഗ്യം വരേണ്ടത്? ദേഹാദി ബ്രഹ്മപര്യന്തേ. ഈ ശരീരം മുതൽ ബ്രഹ്മശരീരം വരെ, അതായത് ബ്രഹ്മലോകത്തിൽ ചെന്നാലും വൈരാഗ്യം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേഹാദി ബ്രഹ്മപര്യന്തേ, ഈ ശരീരം മുതൽ ബ്രഹ്മശരീരം വരെ. ഓരോ ലോകങ്ങളുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ശരീരങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന
സമസ്ത ഭോഗ വസ്തുക്കളിലും വൈരാഗ്യം വരണം. വൈരാഗ്യം എന്നാൽ ഒരു മനോനിലയാണ്. വൈരാഗ്യം എന്നാൽ ഒരു മനോനില. വിവേകം എന്നാൽ ബുദ്ധിയിലെ വളർച്ച. വിവേകം എന്നാൽ ബുദ്ധിയിലെ വളർച്ച. ബുദ്ധിയിലെ പക്വത വിവേകം. ബുദ്ധിയിലുള്ള പക്വതയാണ് വിവേകം. ബുദ്ധിയിലെ അറിവ് മനസ്സിൽ വ്യാപിക്കുമ്പോൾ വൈരാഗ്യം. ബുദ്ധിയിലെ അറിവ് മനസ്സിൽ വ്യാപിക്കുമ്പോൾ വൈരാഗ്യം. മനസ്സ്, ബുദ്ധി, അറിവ്, ഇവയിൽ അറിവ് ഉപയോഗിക്കണം. അറിവോട് കൂടി വേണം വൈരാഗ്യം വരാൻ. വെറുതെ വൈരാഗ്യം ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ഒന്നും ഉണ്ടാകരുത്. അറിവോട് കൂടി വൈരാഗ്യം വന്നില്ലെങ്കിൽ ആ വൈരാഗ്യം നിലനിൽക്കുകയില്ല. നമ്മൾ നേരത്തെ അത് വിശദമായിട്ട് നോക്കി. നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, ചിലപ്പോ ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരും. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പുകവലിക്കാരുടെ കാര്യം നോക്കുക. എന്തെങ്കിലും ഒരു കാരണങ്ങളെ കൊണ്ട് ശരിയായിട്ട് മനസ്സിൽ പക്വത വന്ന് നിർത്തുകയല്ല, അല്ലാതെ ഏതെങ്കിലും ഒരു ഫോഴ്സ് കൊണ്ടോ പുറമേ നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒരു വലി നിർത്തിയാൽ പിന്നീട് അതിന്റെ പകരത്തിനും പലിശയ്ക്കും വലിച്ചു തീർക്കും. പണ്ട് ഒരു പാക്കറ്റ് വലിച്ചിരുന്ന ആള് പിന്നീട് വലി നിർത്തി 5-6 മാസം കഴിഞ്ഞ് വീണ്ടും വലിയ തുടങ്ങുമ്പോൾ അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും വലിക്കുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, അതായത് വിവേകം മൂലമല്ലാതെ ഒരു സാഹചര്യത്തിൽ ഒരു ഭക്ഷണം നമ്മൾ ഒഴിവാക്കി വലിയ വൈരാഗ്യമൊക്കെ ആയിട്ടിരുന്നു. പിന്നീട് ഒരു സാഹചര്യത്തിൽ അതിനോടുള്ള ആർത്തി ഉള്ളിൽ നിന്ന് പോകാത്തത് കൊണ്ട്, അതായത് പക്വതയോടുകൂടിയല്ല അന്ന് ആ ഭക്ഷണത്തെ വർജിച്ചത്, അപ്പോൾ വീണ്ടും അധികം ശക്തിയോടുകൂടി വന്ന് അമിത ഉപയോഗത്തിലേക്കും കൂടെ നയിക്കും. കുടിയന്മാരുടെ കാര്യത്തിൽ ഇത് തന്നെ. എത്ര പേര് എത്ര പ്രാവശ്യം കൂടി നിർത്തിയവന്മാർ പിന്നെയും അതിന്റെ പകരത്തിനും മത്സ്യം കുടിച്ചു ചാവും. അവരും പലപ്പോഴും നിർത്തിയതായിരിക്കും, പല പ്രാവശ്യം ഇനി ഞാനിത് തൊടില്ല എന്ന് പറഞ്ഞവരായിരിക്കാം. ആ സാഹചര്യങ്ങളും കാരണങ്ങളും വേറെ രീതിയിലാണ്. മനഃപക്വതയോടുകൂടിയുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം, മനഃശക്തി തീരുമാനമായിരുന്നില്ല അതൊന്നും. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. അല്ലെങ്കിൽ നമ്മളിപ്പോ സാധാരണ നമ്മൾ ചെയ്യുന്ന വൈരാഗ്യമെല്ലാം അതിൽപ്പെട്ടതാണ്. അങ്ങനെ പോരാ. മനഃപക്വതയോടുകൂടി അത് അനിത്യസുഖം, അനിത്യമാണ് ഈ സുഖങ്ങളെല്ലാം എന്നറിഞ്ഞുകൊണ്ട് ശരീരം നിലനിൽക്കുന്നതിനും വേണ്ട മിനിമം കാര്യങ്ങളെ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന സുഖത്തെ മാത്രം അനുഭവിച്ചുകൊണ്ട് കൂടുതൽ സുഖങ്ങളുടെ പുറകെ പോകാതെ ജീവിച്ചാൽ അത് വൈരാഗ്യമുള്ള ജീവിതം തന്നെയാണ്. ഏത് കണ്ടാലും വേണം, എത്രയാണെങ്കിലും മതിയായില്ല, സംതൃപ്തമാവുന്നില്ല മനസ്സ് എന്ന് പറഞ്ഞാൽ വൈരാഗ്യം വന്നില്ല എന്ന് ഊഹിക്കാം. ഏത് കണ്ടാലും പെട്ടെന്ന് ഉള്ളില് ഒരു ആഗ്രഹം ഉണ്ടായാൽ വൈരാഗ്യമില്ല എന്നർത്ഥം. എല്ലാത്തിനോടും ഒരേ മാനസിക നിലയാണെങ്കിൽ അവിടെ വൈരാഗ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്വയം നമ്മളൊരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ. അപ്പൊ ഇങ്ങനെ 2 സാധനയാണ് ഇപ്പൊ നമ്മൾ നോക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ. വിവേകം എന്നുള്ള സാധനയെ നോക്കി, വൈരാഗ്യം എന്ന സാധനയും നോക്കി. ഇനി 6 കാര്യങ്ങൾ ഒന്നിച്ചാണ് പിന്നീട് വരുന്നത് സാധനങ്ങളില്. ശമാധിഷഡ്ക സമ്പത്തി, ഇത് തത്വബോധത്തില് വിശദമായിട്ട് നമ്മൾ നോക്കിയ കാര്യം തന്നെയാണ്. ഇവിടെ വീണ്ടും അത് വരുന്നു. ശമാധിഷഡ്ക സമ്പത്തി, ശമം മുതലായ 6 സാധനങ്ങളെ ശമാധിഷഡ്ക സമ്പത്തി എന്ന് പറയും. ആ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. എന്താണെന്ന് നോക്കാം. വിരജ്യ വിഷയഭ്രാതാ ദോഷദൃഷ്ട്യാ മുഹുർമുഹുഃ സ്വലക്ഷ്യ നിയതാവസ്ഥ മനസഃ ശമ ഉച്യത്തെ. വിരജ്യ വിഷയഭ്രാതാ ദോഷദൃഷ്ട്യാ മുഹുർമുഹുഃ സ്വലക്ഷ്യ നിയതാവസ്ഥ മനസഃ ശമ ഉച്യത്തെ. ദോഷദൃഷ്ട്യ, അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്. ശമഃ എന്നാൽ, ഇത് ശമത്തെയാണ് പറയുന്നത്. ഈ ശ്ലോകം പറയുന്നത് ശമം എന്നുള്ള, ശമഃ എന്നുള്ള സാധനയാണ് പറയുന്നത്. ശമഃ. ശമഃ എന്നാൽ മനോനിയന്ത്രണം.
നേരത്തെ നമ്മൾ വിശദമായിട്ട് നോക്കിയതാണ് കേട്ടോ തത്വബോധത്തിൽ. എന്നാലും ഇതിനകത്ത് വരുന്നൊരു കാര്യമായതുകൊണ്ട് നമുക്കൊന്നുകൂടെ നോക്കേണ്ടിയിരിക്കുന്നു. ശമഃ എന്നാൽ മനോനിയന്ത്രണം, മനഃശാന്തി എന്നും പറയാം. മനസ്സിനുണ്ടാകുന്ന ശാന്തിയും ശമമാണ്. മനോനിഗ്രഹം എന്നും പറയും. മനോനിഗ്രഹ, മനസ്സിനെ നിഗ്രഹിക്കാനൊന്നും പറ്റില്ല, പക്ഷെ ആ വാക്ക് നിയന്ത്രണത്തിനാണ് ഉപയോഗിക്കുന്നത്. മനോനിഗ്രഹ. അപ്പൊ നമുക്ക് വിവേകം വേണം. ജീവിത ലക്ഷ്യമറിഞ്ഞ് നിത്യമായതിനെയും അനിത്യമായതിനെയും തിരിച്ചറിഞ്ഞ് എങ്ങനെ ലക്ഷ്യം നേടണം, ഏതിനെ നേടണം, ഏതിനെ ഉപേക്ഷിക്കണം എന്നറിയുന്നതാണല്ലോ വിവേകം. ജീവിത ലക്ഷ്യമറിഞ്ഞ് നിത്യമായതിനെയും അനിത്യമായതിനെയും തിരിച്ചറിഞ്ഞ് എങ്ങനെ ലക്ഷ്യം നേടണം, എന്തിനെ നേടണം, ഏതിനെ ഉപേക്ഷിക്കണം എന്ന് അറിയുന്നതാണ് വിവേകം. വൈരാഗ്യമെന്നാൽ അനിത്യമായ ഭോഗങ്ങളിൽ താല്പര്യമില്ലായ്മ എന്ന മനസ്സിന്റെ നില എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ വിവേകം വ്യക്തമായി, വൈരാഗ്യവും വ്യക്തമായി. ഇനി മനസ്സിനെ നിയന്ത്രിക്കലാണ് അടുത്ത കാര്യം. മനസ്സിനെ നിയന്ത്രിക്കുക. ശാസ്ത്രത്തിൽ മനസ്സിനെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് പറയുന്നത്. ശാസ്ത്രത്തില് മനസ്സിനെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു വാഹനം പോലെ, ഒരു വെഹിക്കിൾ പോലെ. അപ്പൊ വാഹനം എന്ത് ചെയ്യും? നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ വാഹനം ഉപയോഗിക്കും, അല്ലേ? അതുപോലെ ഒരു ഉപകരണമാണ് മനസ്സ്. ഈ ഉപകരണം ഉപയോഗിച്ച്, മനസ്സെന്ന ഉപകരണം ഉപയോഗിച്ച് എന്തിനെ നേടണമോ അതിനെ നേടാൻ നമ്മൾ പരിശ്രമിക്കും. അങ്ങനെ എങ്കില് ഉപകരണം നമ്മുടെ കൺട്രോളിൽ വേണം. ഉപകരണമല്ലല്ലോ ലക്ഷ്യത്തെ പറയുന്നേ, ആണോ? അപ്പോൾ വാഹനം നമ്മൾ പോയിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ, വാഹനം ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ വാഹനമല്ല അത് തീരുമാനിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കുന്നത്. ഈ വാഹനത്തിനെ എവിടെ നിർത്തണം, ഏത് വഴിക്ക് പോകണം, എവിടെ കൊണ്ടു നിർത്തണം തീരുമാനിക്കുന്നത് നമ്മളാണ്. അതുപോലെ ആയിരിക്കണം മനസ്സ് എന്ന് പറയുന്നത്. മനസ്സിന്റെ ഇഷ്ടം പോലെ ഓടിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്കല്ല എത്തുക, വേറെ വല്ല വഴിക്കൊക്കെ പോവും. അപ്പൊ നമ്മളൊരു ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവാൻ നമുക്കേ പറ്റുള്ളൂ. മനസ്സിന് തന്നെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മനസ്സാരുടെ കൺട്രോളിലിരിക്കണം? നമ്മുടെ കൺട്രോളിലിരിക്കണം. വാഹനമാരുടെ കൺട്രോളിലാണ്? ഡ്രൈവറുടെ കൺട്രോളിൽ. അതുപോലെ മനസ്സാരുടെ കൺട്രോളിലായിരിക്കണം? നമ്മുടെ കൺട്രോളിലായിരിക്കണം. അപ്പൊ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. ഈ ഒരു സാധന വളരെ പ്രധാനപ്പെട്ട ഒരു സാധനയാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമുക്കില്ലാത്തൊരു കാര്യമാണ്, എല്ലാവർക്കും. അതുകൊണ്ടാണ് ഈ കാണുന്ന പ്രശ്നങ്ങൾ മുഴുവൻ. ആർക്കും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മയാണ് ഇന്നത്തെ സകലമായ പ്രശ്നങ്ങൾക്കും കാരണം. എല്ലാവരും അപ്പ തോന്നുന്ന കാര്യം ചെയ്യും. പെട്ടെന്നൊരു ദേഷ്യം, ഉടനെ ഒരാളെ കൊന്നു. പെട്ടെന്നൊരു ദേഷ്യം, അപ്പൊ ഉടനെ വഴക്കുണ്ടാക്കി. അപ്പൊ അവിടെ ബഹുമാനമില്ല, ആദരവില്ല, സ്നേഹമില്ല, കരുണയില്ല, ഒന്നുമില്ല. എല്ലാ വാല്യൂസും അപ്രത്യക്ഷവും. പെട്ടെന്ന് ആ സന്ദർഭത്തിൽ കോപം വരും, അല്ലെങ്കിൽ അവിടെ ഒരു വെറുപ്പ് വരും. അപ്പൊ ഒരേ ഒരു ചീത്ത വാല്യൂ കയറി വന്ന് ബാക്കി എല്ലാ നല്ല വാല്യൂക്കളെയും തള്ളിക്കളയും. ആരാണ് അതിന്റെ ചുക്കാൻ പിടിക്കുന്നത്? മനസ്സ്. ആരുടെ മനസ്സാണ്? നമ്മുടെ മനസ്സ് തന്നെ. അപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരികയിൽ ഈ പറഞ്ഞ ഭവിഷ്യത്തെല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടാകുന്നത് അവനവന്റെ മനസ്സിനെ അവനവന് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്
ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും കാരണം ഇതെല്ലാം ഉണ്ടാകുന്നത് മനസ്സിലാണ്. വിഷമം ഉണ്ടാകുന്നതും മനസ്സിലാണ്, സന്തോഷമുണ്ടാകുന്നതും മനസ്സിലാണ്, വെറുപ്പുണ്ടാകുന്നതും മനസ്സിലാണ്, ദേഷ്യമുണ്ടാകുന്നതും മനസ്സിലാണ്. അവിടെ നിന്നാണ് പിന്നെ പ്രവൃത്തിയിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ മനസ്സ് ഈ പ്രവർത്തനങ്ങൾ നടത്തില്ല. നമ്മൾ കയറൂരി വിട്ടിരിക്കുന്നത് കൊണ്ട് മനസ്സ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് തോന്നിയ പടിയാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഉള്ളിൽ നിന്ന് തെറ്റാണെന്നൊരു വിവേകമൊക്കെ പറഞ്ഞാലും വിവേകം അകത്തുനിന്ന് പറയും തെറ്റ് തെറ്റ് എന്ന്. പക്ഷെ മനസ്സ് വിവേകത്തിനെ മാറ്റി നിർത്തിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ട് പ്രവർത്തിക്കും. കാരണം ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് ശീലിക്കാൻ, മനസ്സിനെ നിയന്ത്രിക്കാൻ ശീലം ആവശ്യമാണ്. ഭഗവാൻ പറഞ്ഞല്ലോ ഗീതയില്, എങ്ങനെ നിയന്ത്രിക്കാൻ ചോദിച്ചപ്പോ അഭ്യാസേനത്ത് കൗന്ദേയ. അപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ വാഹനം വെറുതെ ഒരു കാറ് മേടിച്ച് കാണാനായിട്ടാണോ, ഒരു സ്കൂട്ടർ മേടിച്ച് കാണാനാണോ നമ്മൾ വീട്ടിൽ വെക്കുന്നത്? അല്ല, ഉപയോഗിക്കാനാണ്. നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ലേ അതിനെ? ആ വാഹനത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആവശ്യമുള്ളപ്പോൾ എടുക്കും, ആവശ്യമുള്ള സ്ഥലത്ത് പോകും, എല്ലാം ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുകയും ചെയ്യും. കാറ് മേടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ദിവസവും കഴുകി വൃത്തിയാക്കി, വേറെ ഒന്നും കഴുകിയില്ലെങ്കിലും കാറ് കഴുകും. എത്രയോ പേരെ കാണാം ഡെയിലി ഒരു ബാക്കി കുളിയോ ജപമോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളിലോ ഒന്നും വലിയ ശ്രദ്ധയൊന്നുമില്ല. കറക്റ്റായിട്ട് ചെയ്യുന്നൊരു കാര്യം രാവിലെ എണീറ്റ് കാറ് കഴുകുക. ഞാൻ എൻ്റെ നേരിട്ട് കുറെ കണ്ടിട്ടുള്ളത്. അവർക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ, ഇത് കാറ് കഴുകി കുട്ടപ്പനാക്കി വെക്കുക. അപ്പോ അത്രയും ആ വാഹനത്തിനോട് അവർക്ക് സ്നേഹവും ഇഷ്ടവും അതിൻ്റെ ആവശ്യകതയും ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. ഇതേ രീതിയിൽ സ്വന്തം മനസ്സിനെ ദിവസം ഒന്ന് കഴുകി വൃത്തിയാക്കി നല്ല തെളിച്ചമായിട്ട് വെച്ചാൽ എന്ത് സുഖമായിരിക്കും അവനവനും മറ്റുള്ളവർക്കും. വീട്ടിലും തന്നെ എന്ത് സന്തോഷവും എന്ത് സുഖം ഉണ്ടാവും. പക്ഷെ ഇതാരും കഴുകൂല, വൃത്തിയാക്കൂല. ഇത് ക്ലാവ് പിടിച്ചിങ്ങനെ ഇരിക്കുക, അതിൻ്റെ വഴിക്കത് പോവും. മറ്റേ കാറ് കഴുകി വൃത്തിയാക്കി നമ്മുടെ ഇഷ്ടത്തിന് അവനെ ഉപയോഗിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവൻ നമ്മളെ വലിച്ചുകൊണ്ടങ്ങ് പോവുക. ലക്കിൽ ലഗാനുമില്ലാത്ത കുതിര പോകുന്ന പോലെ, കടിഞ്ഞാണില്ലാത്ത കുതിര പോകുന്ന പോലെ, അല്ലെങ്കിൽ ആനയ്ക്ക് മതം പൊട്ടിയ പോലെ ഇവനങ്ങ് പോവുകയാണ്. പിന്നെ നമ്മളതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോ എങ്ങനെയാണോ നമ്മൾ മറ്റുള്ളവർക്ക് സൂക്ഷിക്കുന്നത്, അതുപോലെ ശ്രദ്ധയോടെ വൃത്തിയായി നന്നായി സൂക്ഷിക്കണം മനസ്സിനെ. ശ്രദ്ധയോടെ നമ്മുടെ നിയന്ത്രണത്തിൽ വെക്കണം. കാറ് ഓടിക്കുമ്പോൾ ഏത് വെഹിക്കിൾ ഓടിക്കുമ്പോഴും നല്ല നിയന്ത്രണം നമുക്കുള്ളത് കൊണ്ടല്ലേ മറ്റുള്ളിടത്ത് പോയി ഇടിക്കാത്ത. നല്ല ശ്രദ്ധയോടെയാണല്ലോ ഓടിക്കുന്നത്. എങ്ങും മുട്ടരുത്, ആർക്കും പരിക്ക് പറ്റരുത്, നമുക്കും കുഴപ്പമൊന്നും ഉണ്ടാകരുത്. വളരെ ശ്രദ്ധയോടെയാ പോകുന്നത്. മനസ്സിന്റെ കാര്യത്തില് ഇതിലൊരു ചെറിയൊരു അംശമെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല. അത് ശീലമാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നോ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? അങ്ങനൊരു ചോദ്യമുണ്ട്. നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അതെങ്ങനെയാ സാധിക്കുക? നമ്മള് ഒരു ജോലി നമ്മുടെ മുമ്പിൽ വന്നു, നമ്മളത് ചെയ്യാൻ തീരുമാനിച്ചു, നല്ല രീതിയിൽ അത് ചെയ്തു എങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ ആണ്. നല്ല രീതിയിൽ ആ ജോബ് കംപ്ലീറ്റ് ചെയ്താൽ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഇടയ്ക്ക് ഒന്നും വേണ്ട, എന്തിനപ്പം ഇതൊക്കെ, ഇതിന് മാത്രമുള്ള പ്രതിഫലം ഇതിനൊന്നും കിട്ടില്ലല്ലോ, ഇത്രയൊക്കെ മതി, ഇനിയൊരു കുറച്ചു നേരം വെറുതെ ഇരിക്കാം, ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അപ്പോ മനസ്സ് നമ്മളെ കീഴടക്കുന്ന ഭാഗമാണ്. എന്താ വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതായ ഡ്യൂട്ടിയാണ്.
നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി. അതിനെ ശരിയായ രീതിയിൽ ചെയ്യാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് മനസ്സിന്റെ വേറൊരു ശക്തി, മായയിൽ കൂടി ഉണ്ടാകുന്ന ശക്തി. അപ്പൊ അതിനെ നമ്മൾ അനുവദിച്ചു കൊടുക്കാതെ അതിനെ നിയന്ത്രിക്കലാണ് ശരിയായിട്ടുള്ള ശമഹ എന്നുള്ളത്. മടി വരുമ്പോ പറയണം, ഇപ്പോ മടി പാടില്ല, ഞാനിത് ചെയ്തു തീർക്കണം എന്ന് ട്രസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഒരു കള്ളത്തരം കാണിക്കാൻ പുറപ്പെടുമ്പോൾ മനസ്സ് പറയും ശരിയല്ല എന്ന്. പിന്നെ അതിനെ വകവയ്ക്കാതെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിന്റെ പുറകെ പോയി ഇല്ല, ഞാൻ സത്യമേ ചെയ്യൂ, ഇതുകൊണ്ട് എന്ത് പരിണതഫലം വന്നാലും ഞാൻ സത്യമേ ഇവിടെ ചെയ്യുകയുള്ളൂ, സത്യമായതേ ചെയ്യുകയുള്ളൂ എന്ന് ഉറപ്പിച്ചാൽ ഇപ്പൊ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്ന് അർത്ഥം. വഴി കൂടെ പോകുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു വഴക്കോ അല്ലെങ്കിൽ കുറച്ച് മോശമായ സംസാരങ്ങളോ നടക്കുന്നു. ആദ്യം അത് കാണണം, കേൾക്കണം, അതിനകത്തേക്ക് പോകണം എന്നൊരു താല്പര്യം മനസ്സിൽ വരും. അതിനെ നിയന്ത്രിച്ച് ഇല്ല, എനിക്കിത് വേണ്ടതല്ല, ഇതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ മോശമായ സന്ദർഭത്തിൽ അതിൽ കൂടാതെ അവിടെ നിന്ന് നേരെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആ ഒരു മനസ്സിന്റെ കരുത്താണ് മനസ്സിനെ നിയന്ത്രിക്കൽ എന്ന് പറയുന്നത്. ചീത്തയായ ഒരു കാര്യത്തെ കാണുമ്പോൾ അത് കാണാൻ പോകുന്നത് നിയന്ത്രണമില്ലായ്മയാണ്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആ നിയന്ത്രണം പഠിച്ചു വന്നാൽ തീർച്ചയായിട്ടും വലിയ വലിയ കാര്യങ്ങളിലേക്ക് ആ നിയന്ത്രണത്തെ, മനസ്സിനെ നമ്മുടെ കയ്യിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അറിവ് പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുന്ന മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണ്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമുക്ക് അറിവുണ്ടല്ലോ, അറിവ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ നമ്മൾ അനുസരിച്ചാൽ, അറിവ് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ മനസ്സ് അനുസരിച്ചാൽ ആ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണ്. കാരണം അറിവ് നമ്മുടെ കയ്യിലായിരിക്കുന്നത്, എൻ്റെ അറിവാണ്. എൻ്റെ അറിവ് ഉപയോഗിച്ചാണ് എൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പൊ എൻ്റെ അറിവ് ഉപയോഗിക്കുമ്പോൾ, അറിവ് ഉപയോഗിച്ച് മനസ്സിനെ കൊണ്ടുപോകുമ്പോൾ ആ മനസ്സ് നിയന്ത്രണത്തിലാണ്. അറിവിനെ വകവയ്ക്കാതെ മനസ്സ് പോകുമ്പോൾ അത് നിയന്ത്രണത്തിലല്ല. വളരെ നന്നായിട്ട് അത് പറഞ്ഞിരിക്കുന്നത്. അറിവ് പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുമ്പോൾ മനസ്സ് നിയന്ത്രണത്തിലാണ് എന്നറിയാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മനസ്സ് പ്രവർത്തിക്കുന്നു. നമ്മുടെ ഇഷ്ടം, അറിവ് ഉപയോഗിച്ചുള്ള ഇഷ്ടം എന്താണ്? എപ്പോഴും നന്മയായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിയന്ത്രണത്തിലാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, ഉറങ്ങുമ്പോ മനസ്സ് പ്രവർത്തിക്കുന്നില്ലല്ലോ, അപ്പൊ ശമമല്ലേ എവിടെ എന്ന്? ഉറങ്ങുമ്പോ മനസ്സ് പ്രവർത്തിക്കുന്നില്ലല്ലോ, അപ്പൊ നമ്മൾ ശമത്തിലല്ലേ എന്ന്? അത് ശമം അല്ല, അത് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിപ്പോകുന്ന മനസ്സ് പ്രവർത്തനരഹിതമാകുന്നതാ. നമ്മളായിട്ട് പ്രവർത്തനരഹിതമാക്കുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. അത് ശമമല്ല. ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കുമ്പോഴാണ് ശമം. ഉണർന്നിരിക്കുമ്പോ നമ്മുടെ മനസ്സ് നമ്മുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കുമ്പോൾ ശമഃ. നമ്മുടെ നിർദ്ദേശം എന്താണ്? വിവേകം കൊണ്ടുള്ള നിർദ്ദേശം, വിവേകത്തോടു കൂടിയുള്ള നിർദ്ദേശമാണ് ഇവിടത്തെ നിർദ്ദേശം എന്ന് പറയുമ്പോൾ വരുന്നത്. അതായത് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കിയിട്ടുള്ള നിർദ്ദേശം. പിന്നെ വേറൊരു ലക്ഷണം കൂടി ശമഃ എന്നുള്ളതിനുണ്ട്. എന്താണ്? മോശമായ ചിന്തകൾ ഇല്ലാത്ത മനസ്സ് എന്നതും ശമഃ എന്നുള്ളതിന്റെ വേറൊരു ലക്ഷണമാണ്. മോശമായ ചിന്തകൾ ഇല്ലാത്ത മനസ്സ്, അതായത് അസൂയ, മറ്റുള്ളവരുടെ സ്വത്തിൽ ആഗ്രഹം, മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കൽ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിപ്പോ എന്താണെന്നൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ മോശമായ ചിന്തകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു മനസ്സ് ശമഃ അവിടെ ഉള്ളതാണ്.
സദ്ഗുണങ്ങൾ മാത്രം നിറഞ്ഞ മനസ്സ് എന്ന് പറയാം. സദ്ഗുണങ്ങൾ മാത്രം നിറഞ്ഞ മനസ്സ്. അപ്പൊ സാധാരണ നിലയ്ക്ക് നമ്മളോട് ഒരാൾ ദേഷ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചും ദേഷ്യപ്പെടും. അതേസമയം ക്ഷമിക്കാനും നമുക്ക് സാധിക്കുമല്ലോ വേണമെങ്കിൽ. പക്ഷെ അങ്ങനെ ചിന്തിക്കാറില്ല. ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ ഉടനെ അങ്ങോട്ട് ദേഷ്യപ്പെടും. അതേസമയം അവിടെ നമുക്ക് ക്ഷമ എന്ന വാല്യൂ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ആ ക്ഷമയെ അവിടെ ഉപയോഗിച്ച് എന്തുണ്ടാവും? രണ്ടുപേർക്കും ഒരു സമാധാനം അവിടെ ഉണ്ടാവും. വഴക്കു കൂടിക്കൊണ്ടേ ഇരുന്നാലോ അതുണ്ടാവില്ല. അപ്പോ സദ്ഗുണത്തെ ഉപയോഗിച്ചാൽ അവിടെ ക്ഷമ വന്നു. അപ്പൊ നമുക്ക് അറിയാഞ്ഞിട്ടല്ല, അറിയില്ലായ്മ കൊണ്ടല്ല അവിടെ ദേഷ്യപ്പെടുന്നത്. അറിവുണ്ട്, പക്ഷെ നിയന്ത്രണം ഇല്ലാതെ പോയി. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മുടെ തന്നെ മനസ്സിൽ ചില വേദനകൾ വന്നു പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റുന്നത്. തെറ്റാണ്, അറിയാം, പക്ഷെ ചെയ്തു പോകുന്നു. കാരണം മനസ്സിനകത്ത് വരുന്നൊരു വേദനയാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ തന്നെ മനസ്സിൽ ചില വേദനകൾ വരുന്നത് മൂലം ഇങ്ങനെ തെറ്റായി പെരുമാറുന്നു നമ്മൾ. ഈ വേദനകളെ കാര്യമായിട്ട് എടുക്കാതെ സദ്ഗുണങ്ങളെ മാത്രം ആശ്രയിച്ച് പെരുമാറുന്നതാണ് മനോനിയന്ത്രണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിശദീകരണമാണ് ആചാര്യസ്വാമികൾ അവിടെ തന്നിരിക്കുന്നത്. എന്താണത്? മനസ്സില് ചില സാഹചര്യങ്ങളിൽ മനസ്സിലൊരു വേദന വരുമ്പോഴാണ് നമ്മൾ തെറ്റായ പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിതരാവുന്നത്. തെറ്റാണെന്നറിയാം, പക്ഷെ ഈ വേദന അതിൻ്റെ മുകളിൽ വരുന്നത് കൊണ്ട് നമ്മൾ ആ തെറ്റ് ശരിയെ അവഗണിച്ച് തെറ്റിലേക്ക് നീങ്ങുന്നു. അപ്പോ എങ്ങനെ അതിനെ പിന്നെ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ പറയുകയാണ്, ആ മനോവേദനകളെ കാര്യമായിട്ട് എടുക്കാതെ സദ്ഗുണങ്ങളെ കൊണ്ട് അതിനെ ഒതുക്കിയാൽ, ആ വേദനയെ സാന്ത്വനപ്പെടുത്തിയാൽ, സദ്ഗുണങ്ങളെ കൊണ്ട് ചെയ്താൽ, ആ സമയത്ത് ഉണ്ടാകുന്ന ആ മനസ്സിനെയാണ് മനോനിയന്ത്രണത്തിലുള്ള മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ചീത്ത വിചാരങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ രോഗമാണ്. ശരീരത്തിന്റെ രോഗം പോലെ, ശരീരത്തില് ഓരോ അംഗങ്ങൾക്കും രോഗം വരുന്ന പോലെ മനസ്സിന്റെ രോഗമാണ് ചീത്ത വിചാരങ്ങൾ. നല്ലൊരു വിശദീകരണം. മനസ്സിന്റെ രോഗം ചീത്ത വിചാരങ്ങൾ. സ്ഥൂല ശരീരത്തിൽ പലവിധ രോഗങ്ങൾ വരുന്നത് പോലെ മനസ്സിന് വരുന്ന രോഗമാണ് ചീത്ത വിചാരങ്ങൾ. കാമ, ക്രോധ, അങ്ങനെ കുറെ ഉണ്ടല്ലോ, 6 ഷഡ്രിപുക്കൾ, മതമാത്സര്യങ്ങളൊക്കെ പറയുന്ന അവരൊക്കെയാണ് മനസ്സിന്റെ രോഗം. ശരീരത്തിന് ക്യാൻസറും അങ്ങനെ പല രോഗങ്ങളുള്ള പോലെ മനസ്സിലെ കാമക്രോധാദികളാണ് മനസ്സിലെ രോഗങ്ങൾ. രോഗഗ്രസ്തമായിട്ടുള്ള ഒരു ശരീരം, രോഗമുള്ളൊരു ശരീരം ബലഹീനമായിരിക്കുമല്ലോ, അല്ലേ? ഏത് രോഗം വന്നാലും നമ്മുടെ ശരീരം ബലഹീനമാകുന്നുണ്ട്. അതുപോലെ രോഗമുള്ള മനസ്സും എന്തായിരിക്കും? ബലഹീനമായി. അപ്പൊ നമ്മൾ വിചാരിക്കും ശക്തി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നല്ല, ബലഹീനതയാണ് മോശമായ പ്രവൃത്തികളുടെ പുറകിലുള്ള ശരിയായിട്ടുള്ളതിന്റെ കാര്യം. ബലഹീനരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ബലമുള്ളവരല്ല. നമ്മൾക്ക് സാധാരണ നമ്മുടെ ധാരണ അങ്ങനെയല്ല. ആ ശാരീരിക ശക്തിയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ബലമുള്ളവരാണെന്ന്. അവരുടെ മനസ്സിന് ബലമില്ല, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ശാരീരിക ബലമല്ല അത് മനസ്സിന്റെ ബലമില്ലായ്മയാണ്, ശരീരത്തിന്റെ ബലമല്ല. ശരീരത്തിന്റെ ബലമാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ മനസ്സിന്റെ ബലമില്ലായ്മയാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ബലത്തോടു കൂടിയല്ല അത് ചെയ്യുന്നത്. രോഗമുള്ള മനസ്സ് ബലഹീനമാണ്. അപ്പോ പുതിയൊരു പുതിയൊരു വിശദീകരണം എന്താണ്? മനോനിയന്ത്രണം എന്നാൽ രോഗമില്ലാത്ത മനസ്സ്, അങ്ങനെ പറയാലോ നമുക്ക്. രോഗമില്ലാത്തൊരു മനസ്സാണ് മനോനിയന്ത്രണത്തിന് വിധേയമായിരിക്കുന്ന ഒരു മനസ്സ്.
അപ്പൊ മനസ്സിനെ നിയന്ത്രിച്ചാൽ മാത്രം പോരാ. ഇനി അങ്ങനെ ഒരു കാര്യം കൊണ്ടുണ്ട്, ഇനി മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചു അതുകൊണ്ട് മാത്രം മതിയോ? ഇല്ല. ചീത്ത വിചാരങ്ങളെ നിയന്ത്രിക്കണം. മനസ്സിനെ അങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല. അതിനകത്ത് ചീത്ത വിചാരങ്ങളുണ്ടെങ്കിൽ അതിനെ നിർത്തണ്ടേ? ഇപ്പൊ രാവണന്റെ കാര്യം പറയാം. രാവണൻ ശരിക്കും പറഞ്ഞ മനസ്സിനെ നിയന്ത്രിച്ചല്ലേ തപസ് ചെയ്തത്. എത്ര കാലം തപസ് ചെയ്തിട്ടാണ് നല്ല വരങ്ങളൊക്കെ നേടിയത്. നല്ല നിയന്ത്രണത്തിലായിരുന്നു. അത് കഴിഞ്ഞപ്പോ എവിടെ പോയി നിയന്ത്രണം? സീതയെ കണ്ടപ്പോഴേക്കും നിയന്ത്രണം പോയില്ലേ? ചൂർപ്പണക വന്നവരെന്നൊക്കെ പറഞ്ഞപ്പോ നിയന്ത്രണം പോയില്ലേ? അപ്പൊ തപസ്സിന്റെ കാലത്ത് നിയന്ത്രണം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു നിയന്ത്രണമല്ല ഇവിടെ പറയുന്നത്. മനസ്സിനെ എപ്പോഴും സദ്ഗുണങ്ങളോട് കൂടി നിർത്താൻ പഠിക്കണം. രോഗമില്ലാത്ത മനസ്സ്. രാവണന്റെ മനസ്സിൽ എന്താ രോഗം? കാമം. എല്ലാം നല്ലതെല്ലാം എനിക്ക് വേണം എന്നുള്ള ചിന്ത. ഏത് നല്ലത് കണ്ടാലും എനിക്ക് വേണം. അതാണ് രാവണനെ കുഴപ്പത്തിലാക്കിയത്. നിയന്ത്രണം ഉണ്ടായിരുന്നു. എല്ലാവരെക്കാളും നിയന്ത്രണം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത്രയും വലിയ തപസ് ചെയ്തെല്ലാം നേടിയത്, എല്ലാം കീഴടക്കിയതും ആ മനസ്സിന്റെ ശക്തി കൊണ്ടാണ്. പക്ഷെ അവിടെ കുഴപ്പം വന്നതാ, ഈ രിപുക്കള് അകത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അവര് സമയം കിട്ടുമ്പോ അവര് ചാടിപ്പുറത്തേക്ക് വരും. അപ്പൊ നിയന്ത്രണം. അപ്പൊ മനസ്സിലെ രോഗങ്ങളെ മാറ്റിയാലേ, ശരിക്കും സദ്ഗുണങ്ങളെ വളർത്തിയാലേ മനോനിയന്ത്രണമായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ശമം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമതായിട്ടൊരു കാര്യം കൂടെ നോക്കാം. സ്ഥൂല ശരീരത്തിന് മഞ്ഞപ്പിത്തം വന്നാൽ പല ദിവസം മരുന്ന് കഴിച്ചാണ് രോഗം മാറുന്നത്. രോഗം മാറിയ ശേഷം ഡോക്ടർ എന്ത് പറയും? 15 ദിവസം കൂടി വളരെ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് പറയും, ഇല്ലേ? ഏതെങ്കിലും അസുഖം ആയിക്കോട്ടെ, മഞ്ഞപ്പിത്തം എന്നല്ല, ഏത് അസുഖം വന്നാലും കുറെ ദിവസം മരുന്ന് കഴിച്ച് അസുഖം മാറും. അത് കഴിയുമ്പോൾ ഡോക്ടർ പറയും, ഇപ്പൊ എല്ലാം മാറിയിട്ടുണ്ട്, ഇപ്പൊ യു ആർ ഓക്കെ, പക്ഷേ കുറച്ച് ദിവസം കൂടെ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് പറയും. അപ്പൊ മരുന്നില്ല, മരുന്നൊക്കെ സ്റ്റോപ്പാക്കി, അസുഖം മാറിയല്ലോ. പിന്നെന്താണ്? ഒരു ശ്രദ്ധ പറഞ്ഞു അവിടെ. ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ, സൂക്ഷിച്ചിരിക്കണം കേട്ടോ, കുറച്ച് ദിവസം വളരെ ശ്രദ്ധയോടെ കഴിയാം. ഏത് അസുഖം വന്നാലും ഇങ്ങനെ പറയാറുണ്ട്. മരുന്ന് സ്റ്റോപ്പായ ശേഷം 1-2 ആഴ്ച ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയും. അപ്പൊ മരുന്ന് വേണ്ട, അവിടെ ശ്രദ്ധ വേണം. രോഗം മാറിയെങ്കിലും വീണ്ടും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ റെസിസ്റ്റൻസ് ഇല്ലാതിരിക്കുന്നതിനാൽ രോഗം വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അതിനാലാണ് കുറച്ച് നാളുകൂടെ ശ്രദ്ധിച്ചിരിക്കണം എന്ന് ഡോക്ടർ പറയും. അപ്പൊ രോഗം വീണ്ടും വരാൻ സാധ്യതയുണ്ട്, കാരണം ശരീരത്തിലെ റെസിസ്റ്റൻസ് ഒക്കെ പോയിരിക്കുക. അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. അപ്പൊ റെസിസ്റ്റൻസ് വീണ്ടും ഉണ്ടാകുന്നവരെ ശ്രദ്ധ വേണം. അതുപോലെ മനസ്സിലെ രോഗം നമ്മൾ മാറ്റും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലെ രോഗം മാറ്റും. പക്ഷേ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഉടനെ ദേഷ്യം വരും. നമ്മൾ മാറ്റിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, പക്ഷെ ആരെങ്കിലും ഒരു കുറ്റം പറയുമ്പോൾ ഉടനെ ദേഷ്യം വരും. എന്തെങ്കിലും നമ്മളെ കുറിച്ച് പറയുമ്പോൾ ദേഷ്യം. മനസ്സ് ചഞ്ചലമാകും. ആ സമയത്ത് മനസ്സ് പെട്ടെന്ന് എന്താവും? ചഞ്ചലമാകും. തൽക്കാലം മനസ്സിനെ നിയന്ത്രിക്കാം, പക്ഷെ മനസ്സിന് ശക്തി കൂട്ടിക്കൊണ്ടുവരുന്നില്ല, ബലം കൂട്ടിക്കൊണ്ടുവരുന്നില്ല. രോഗം മാറി, മരുന്ന് കഴിച്ചു, മരുന്ന് നിർത്തി, 2 ആഴ്ച ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ശരീരത്തിന് റെസിസ്റ്റൻസ് കൊണ്ടുവരാനാണ്. അതുപോലെ ഒരു സാഹചര്യത്തിൽ ഒരു മനസ്സിനെ നിയന്ത്രിച്ചു, ഒരു ചീത്തക്കാര്യത്തിൽ നിന്ന് പോകാതെ മനസ്സിനെ നിയന്ത്രിച്ചു, അപ്പോ അത് കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. വീണ്ടും കുറെ നാള് ഈ മനസ്സിനെ ഇങ്ങനെ ചീത്ത വഴിക്ക് പോകുന്നതിൽ നിന്ന് മാറ്റി 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 നിർത്തുമ്പോഴേ മനസ്സിന് ഒരു ശക്തി കൈവരുകയുള്ളൂ. കാരണം ബലം കൂടിയില്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കും. മനസ്സിന് ബലം കൂട്ടിയില്ലെങ്കിൽ വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കപ്പെടും. ചഞ്ചലമായ മനസ്സ് തെറ്റുകൾ ആവർത്തിക്കും. അപ്പൊ അങ്ങനെ മനസ്സിനെ ബലപ്പെടുത്തുക എന്നത് മൂന്നാമത്തെ മനോനിയന്ത്രണത്തിൽപ്പെട്ടതാണ്. മൂന്നാമതായിട്ട് പറയുമ്പോൾ മനസ്സിനെ ബലപ്പെടുത്തുക എന്നുള്ളതും മനോനിയന്ത്രണത്തിനകത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എന്താണ്? ഒന്ന്, നമ്മൾ പറയുന്നത്
മനസ്സിനെ കൊണ്ട് അനുസരിപ്പിക്കൽ. മനസ്സിനെ അനുസരിപ്പിക്കൽ ഒന്ന്, അത് പഠിപ്പിക്കണം. പിന്നെ മോശം വിചാരം വരാതിരിക്കാൻ പഠിപ്പിക്കണം അഭ്യാസം കൊണ്ട്. മോശം വിചാരം വരാതിരിക്കാൻ സദ്ഗുണങ്ങളെ നിറച്ചു കൊടുക്കണം. പിന്നെയോ മനസ്സിന് ബലമുണ്ടാകണം. നിത്യസാധന കൊണ്ട്, അഭ്യാസം കൊണ്ട് മനസ്സിന് ബലവും ഉണ്ടാക്കണം. അതിനാണ് ജ്ഞാനികളെ നോക്കി പഠിക്കാൻ പറയുന്നത്. ജ്ഞാനികളും വലിയ ഗുരുക്കന്മാരെയൊക്കെ നോക്കി പഠിക്കാൻ പറയുന്നത്. രമണ മഹർഷിയുടെ കാര്യത്തിലൊക്കെ കാണാം എന്തുമാത്രം അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് ആൾക്കാരോടെ. എത്രയോ ഉപദ്രവങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. രമണ മഹർഷിയുടെ പുസ്തകമൊക്കെ വായിക്കണം. ഇതേമാതിരി എല്ലാ ഗുരുക്കന്മാരുടെയും ഒരുപാട് അവരൊക്കെ ഉപദ്രവങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ്. അവര് മറ്റുള്ളവർ പറയുമ്പോ അവരുടെ മനസ്സെങ്ങനെയാണ്? ജ്ഞാനികളുടെ മനസ്സ് മറ്റുള്ളവർ പറയുമ്പോ പാറ പോലെ ഉറച്ചതാ, ഒരു തരത്തിലും അനങ്ങത്തില്ല. എന്തെല്ലാം അവരെ കുറ്റം പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും തെറി വിളിച്ചാലും അവര് അനങ്ങില്ല. ഇതൊന്നും അവിടെ ഏക്കത്തില്ല. അവര് നമുക്ക് ഉപദേശങ്ങൾ തരുമ്പോഴോ പുഷ്പം പോലെയുള്ള ഉപദേശമാണ് വരുന്നത്. അവരുടെ മനസ്സ് പുഷ്പം പോലെ സോഫ്റ്റ് ആയിരിക്കും നമുക്ക് ഉപദേശങ്ങൾ തരുമ്പോൾ. നമ്മൾ അവരെ കേൾക്കുമ്പോൾ, നമ്മൾ അവരെ ശ്രവിക്കുമ്പോൾ, നമ്മൾ ഗുരുനാഥന്മാരെ ശ്രവിക്കുമ്പോൾ, മഹാന്മാരെ ശ്രവിക്കുമ്പോൾ അവരുടെ വാക്കുകൾ, അവരുടെ മനസ്സ് പുഷ്പം പോലെയാണ്, സോഫ്റ്റ് ആയിരിക്കും. അല്ലേ? നീ ആര് എന്ന് നിനത്തിപ്പാര് എന്നവിടെ പറയുമ്പോ എന്താണ് അവിടെ? അവിടെ ഒരു സോഫ്റ്റ് ആയിട്ടൊരു പുഷ്പം തരുന്ന പോലെയല്ലേ? ഇപ്പോ തിരിച്ചാ, നമ്മുടെയൊക്കെ കാര്യത്തിൽ ഇപ്പൊ നേരെ തിരിച്ചാ. നമ്മൾ പറയില്ലേ, ചിലപ്പോ ഒരാളോട് ഒരു ഡയലോഗ് അടിച്ചിട്ട് നല്ലൊരു പണി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അവന് ഞാനൊരു പണി കൊടുത്തു എന്ന് പറയും. എന്ത് സന്തോഷമായിട്ടാ പറയുന്നത്. ദിവസവും മിക്കവാറും ഒക്കെ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. അവനൊരു പണി കൊടുത്തു എന്ന്, അല്ലേ? അപ്പൊ ആ പണി കൊടുത്തത് മനസ്സിന് നിയന്ത്രണം ഉണ്ടായിട്ടാണോ? അല്ല. മനസ്സിന് നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ പണി കൊടുക്കില്ല. വളരെ ദിവസവും നടക്കുന്ന ചില നിത്യജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ തന്നെ അറിയാൻ നമ്മുടെ മനസ്സൊന്നും ശ്രമം ശീലിച്ചിട്ടില്ല. നമ്മള് ഒരുപാട് നമുക്കിനി മുന്നോട്ട് പോകാനുണ്ടെന്ന് അന്നേരം അറിയാം. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ 3 തരം മനസ്സിനെ അനുസരിക്കാൻ പടയില്, മോശം വിചാരം വരാതിയില്, മനോബലം, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു മനസ്സ് നേടാൻ എന്താണൊരു ഉപായം? അപ്പൊ സാധന മനോനിഗ്രഹമാണ്. ക്ഷമം വരാൻ എന്താണ് ഉപായം? അപ്പൊ ഈ ശ്ലോകത്തിൽ തന്നെ അതുണ്ടെന്നാ പറഞ്ഞു. ഈ ശ്ലോകത്തില് അതുണ്ട് എന്ന് പറയുന്നു. ഏതുപായം എന്നാണെങ്കിൽ വൈരാഗ്യം എന്ന സാധന വേണം എന്ന് പറയും. വൈരാഗ്യം എന്ന സാധനയുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്ന പറയണേ. ഈ ശമം കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്നു. വൈരാഗ്യം കൂടുന്തോറും എന്താ ഉണ്ടാവുക? മനസ്സ് ശുദ്ധമാകും. വൈരാഗ്യം കൂടുന്തോറും മനസ്സ് ശുദ്ധമാക്കും. മനസ്സിലെ പ്രയാസങ്ങൾ മാറും. മനസ്സ് നമ്മുടെ ചൊൽപ്പടിക്ക് ഒരു ഉപകരണമായി ഇരിക്കും. വൈരാഗ്യം ഇല്ലാണ്ട് നടക്കില്ല. പ്രയോജനമില്ലാത്ത കുറെ കാര്യങ്ങളിൽ മനസ്സ് പോകുമ്പോഴാണ് മനസ്സ് നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിന്ന് നഷ്ടപ്പെടും. മനസ്സ് അതിൻ്റെ വാസനയനുസരിച്ച് ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നു. വാസന കൊണ്ടല്ലേ ശരീരം എടുത്തത്. ഇങ്ങോട്ട് വന്നതാണല്ലോ. സൂക്ഷ്മ ശരീരത്തിന് മുമ്പേ കാരണ ശരീരത്തിൽ വാസനകൾ അടങ്ങിയിരുന്നിട്ടാണ് സൂക്ഷ്മ ശരീരത്തിന് സ്ഥൂലമായി. അപ്പൊ ഈ വാസന നമ്മളെ പിടിച്ചു വലിക്കില്ലേ? ഉറപ്പായിട്ടും വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ വൈവിധ്യം. നമ്മളിവിടെ കാണുന്ന വൈവിധ്യം എന്താണ്? ഒരാൾക്ക് സംഗീതത്തോട് ഇഷ്ടം, ഒരാൾക്ക് വാദ്യങ്ങളോട് ഇഷ്ടം, ഒരാൾക്ക് ആത്മീയ കാര്യങ്ങളോട് ഇഷ്ടം, ഒരാൾക്ക് കായികമായിട്ടുള്ള കാര്യങ്ങളോട് ഇഷ്ടം, ഒരാൾക്ക് പാചകങ്ങളോട് ഇഷ്ടം. ഇങ്ങനെ വൈവിധ്യമാണ്. എഞ്ചിനീയർ ഒരാൾ, ഡോക്ടർ ഒരാൾ, സിനിമ അഭിനയിക്കുന്നവരെ. എന്ത് വെറൈറ്റിയാണ് ലോകത്തില്! എന്തെല്ലാം തൊഴിലുകളുണ്ട്. എല്ലാ തൊഴിലിനും ആള് വേണ്ടേ? അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുന്നോട്ട് പോകില്ലല്ലോ. അപ്പൊ അവർക്കൊക്കെ അതിനകത്ത് വാസനയുള്ളത് കൊണ്ടല്ലേ ഓരോ തൊഴിലും ഒരാൾ ചെയ്യുന്നത് അതിനകത്ത് വാസനയുള്ളത് കൊണ്ടാണ്. വാസനയുള്ളവർ ചെയ്യുന്ന തൊഴിലേ വിജയിക്കുന്നുള്ളൂ. അല്ലാത്തവർ ചെയ്യുന്ന തൊഴിൽ വിജയിക്കുന്നുമില്ല. അവര് പരാജയപ്പെടുന്നുണ്ട് ആ തൊഴിലില്. അതിന്റെ ഉപദ്രവം നാട്ടുകാർക്കും ഉണ്ട്.
വാസനയില്ലാതെ തൊഴിലിനകത്ത് പോയി പെട്ട് ധനത്തിന് വേണ്ടി മാത്രം അതിനകത്ത് ചെന്ന് ചെയ്യുന്ന ജോലികൾ പരാജയപ്പെടുന്നുണ്ട്. അതിന്റെ ഭവിഷ്യത്ത് പൊതുജനം അനുഭവിക്കുന്നുമുണ്ട്. അപ്പൊ ഈ വാസന ഉണ്ട് അകത്ത്. എല്ലാവർക്കും ഓരോ വാസനകൾ അകത്തുണ്ട്. അതുകൊണ്ടാണ് ജനനം തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ വാസനയ്ക്കനുസരിച്ച് ഇഷ്ടം പോലെയാണ് മനസ്സ് സഞ്ചരിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? സദ്ഗുണങ്ങളെ അതിനകത്ത് കൊണ്ടുവരണം. വാസന തെറ്റില്ല, വാസനയെ സദ്ഗുണങ്ങളെ കൊണ്ട് നന്നാക്കണം, നല്ല രീതിയിലാക്കണം. കുട്ടികള് സ്കൂൾ വിട്ട് വന്ന കൂട്ടുകാരുടെ കൂടെ ഓടിപ്പോവും ഇല്ലേ? വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പുസ്തകം വെച്ചിട്ട് വേഗം കളിക്കാൻ ഓടിപ്പോവും. പിന്നീടോ പഠിക്കാനായിട്ട് അച്ഛനമ്മമാരെന്ത് ചെയ്യും? സമയമായാൽ 1 മണിക്കൂർ കളിച്ചു മതി വാ എന്ന് പറഞ്ഞ് 6 മണിയായി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരും. അതുപോലെ മനസ്സിനെ കയറൂരി വിടരുത്, കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണം. മനസ്സും പിടിച്ചിരുത്താൻ പറ്റണം മനസ്സിനെ. ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകുമ്പോ തിരിച്ചു കൊണ്ടുവരണം. അതിനെന്ത് വേണം? അതിന് വൈരാഗ്യം എന്നുള്ള സാധനം ഉണ്ടെങ്കിലേ അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് വേണം. പിന്നെ അഭ്യാസം കൂടിയേ തീരും. വീണ്ടും 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 വീണ്ടുമുള്ള അഭ്യാസം കൂടിയേ തീരും. പ്രയത്നം, അതിന് പ്രയത്നിക്കണം. ശമം ഉണ്ടാകാൻ പ്രയത്നം കൂടിയേ തീരും. ഭഗവത്ഗീതയിൽ അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ എന്താ പറയുന്നേ? വിരജ്യ വിഷയവ്രാതാത്. വിരജ്യ വിഷയവ്രാതാത്. എന്താണ് വിരജ്യ? മാറിയിരുന്ന്, അതിൽ നിന്ന് വിലകി, വിട്ട് അതിൽ നിന്ന് നീങ്ങി, വിരജ്യ. വിഷയവ്രാതാത്, ലൗകിക വിഷയങ്ങളിൽ നിന്ന് വിരജ്യ, മാറിയിട്ട്. വിഷയവ്രാതാത്, ലൗകിക വിഷയങ്ങളിൽ നിന്ന്. വ്രാത എന്ന് പറയാൻ കൂട്ടം എന്ന് പറയും. വ്രാത എന്നുള്ളത് കൂട്ടം പറയും. വിഷയവ്രാതാത്, വിഷയങ്ങളുടെ കൂട്ടം. എങ്ങനെയാണ് ഈ സുഖം തരുന്ന വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റുക? അത് വലിയൊരു പ്രശ്നമാണ്. സുഖം തരുന്ന വിഷയങ്ങളിൽ നിന്ന് എങ്ങനെ മനസ്സിനെ മാറ്റും? പറയാൻ എളുപ്പമാണ്, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എളുപ്പമല്ലല്ലോ. അതിന് ഇവിടെ പറയുന്ന ഒരു ഉപായമുണ്ട്. ദോഷദൃഷ്ട്യ എന്നാണ് പറയുന്നത്. ശങ്കരാചാര്യസ്വാമി ഇവിടെ പറയുന്നു, ദോഷദൃഷ്ട്യ വിരജ്യ വിഷയവ്രാതാത് ദോഷദൃഷ്ട്യ എന്ന് പറയും. ദോഷദൃഷ്ടി കൊണ്ട്. എന്താണ് ദോഷദൃഷ്ടി? അനിത്യമായതാണ്. ഒരു സുഖം അതിന്റെ പുറകെ ദുഃഖത്തെ കൂടെ തരും. ഒരു സുഖം ഇന്ദ്രിയങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സുഖം ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുമ്പോഴും ഇന്ദ്രിയത്തിന്റെ ഡിറ്റീരിയറേഷൻ സംഭവിക്കുന്നുണ്ട്, ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ട്. സുഖം തരുന്ന വസ്തുക്കളിൽ ദുഃഖവും ഉണ്ട് എന്ന് കാണൽ. വിഷയസുഖങ്ങളിൽ ദുഃഖവും കലർന്നിരിക്കുന്നത് കണ്ട് പിന്മാറലാണ് വൈരാഗ്യം എന്ന് നമ്മൾ പഠിച്ചു. ഈ വൈരാഗ്യം എങ്ങനെ നിലനിൽക്കും? അതിന് അഭ്യാസം. അതിനാണ് ഇവിടെ പറഞ്ഞേ വിരജ്യ വിഷയവ്രാതാത് ദോഷദൃഷ്ട്യ മുഹുർമുഹുഹു എന്നൊരു വാക്ക് ഉപയോഗിച്ചത്. മുഹുർമുഹുഹു, വീണ്ടും വീണ്ടും. അതാണ് അഭ്യാസം. മുഹുർമുഹുഹു, വീണ്ടും വീണ്ടും. അതായത് ദോഷത്തെ കാണൽ ഒരു പ്രാവശ്യം കണ്ടാൽ പോരാ, എപ്പോഴും ദോഷത്തെ കാണാൻ സാധിക്കണം. വീണ്ടും 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 അനിത്യമായതില് അല്ലെങ്കിൽ സുഖം തരുന്ന വസ്തുക്കളില് നിത്യമായതല്ല എന്ന് മനസ്സിലാക്കണം. സുഖം തരുന്ന വസ്തുക്കളിൽ ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും മുഹുർമുഹുഹു, വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെന്താ പറയണേ? സ്വലക്ഷ്യേ നിയതാവസ്ഥ. സ്വലക്ഷ്യേ നിയത അവസ്ഥ. സ്വലക്ഷ്യേ, നമ്മുടെ ലക്ഷ്യത്തിൽ. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ലക്ഷ്യം എന്താണെന്ന്. ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞതാണ്. വിവേക ചൂടാമണി തുടങ്ങുമ്പോഴേ പറഞ്ഞ ലക്ഷ്യം എന്താണ്. അപ്പൊ നിയത, ശരിയായ രീതിയിൽ തടസ്സമില്ലാതെ ലക്ഷ്യത്തില് ഉറച്ചിരിക്കാൻ. അതാണ് സ്വലക്ഷ്യേ നിയതാവസ്ഥ. ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക, മനസ്സിനെ ഉറച്ചു നിർത്തിക്കുക. ലക്ഷ്യത്തില് ഒരു തടസ്സവും വരാൻ പാടില്ല. അതായത് മനസ്സിൽ വിക്ഷേപങ്ങൾ ഉണ്ടാകരുത്. ആ വഴിയിൽ മാർഗതടസ്സങ്ങൾ വന്ന് മാറിപ്പോകരുത്, ചഞ്ചലപ്പുണ്ടാകരുത്. നമ്മള് എപ്പോഴും മറ്റുള്ളവരെ പറയും, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നില്ലേ? സ്ഥിരം പല്ലവിയ. പറഞ്ഞാൽ കേൾക്കുന്നില്ല. ആര്? നമ്മളല്ല, മറ്റുള്ളവരെ. മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും പറയും പറഞ്ഞാൽ കേൾക്കുന്നില്ല. എല്ലാവരും പറയുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ശകാരിക്കുന്നത്.
യഥാർത്ഥത്തില് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് കോപിക്കണം. നമ്മുടെ മനസ്സനുസരിക്കുന്നില്ലല്ലോ എന്ന് സ്വയം ഒന്ന് ദേഷ്യപ്പെട്ടാനാ കുഴപ്പം? അവനവനോടൊന്ന് ദേഷ്യപ്പെട്ട് നോക്കാൻ മേലെ സ്വന്തമായിട്ടൊന്ന് കോപിക്കുക. എന്റെ മനസ്സ് എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, അനുസരണയില്ല എന്ന് സ്വയം അകത്തേക്കൊന്ന് പറയുക. സ്വന്തം മനസ്സിനെ ചൊൽപ്പടിക്ക് നിർത്താൻ സാധിക്കാതെ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ഒന്ന് ഓർക്കുക. ഞാൻ പറയുന്ന ഒന്നും അയാൾ അനുസരിക്കുന്നില്ല, കുട്ടികൾ അനുസരിക്കുന്നില്ല, ഭാര്യ അനുസരിക്കുന്നില്ല, ഭർത്താവ് അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിന് ഇവരെ ചീത്ത പറയുന്നേ? അങ്ങനെ ഒരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് വന്നാൽ ഈ മുഹുർമുഹു സംഭവിക്കും അവിടെ. അപ്പൊ മനസ്സിനെ അടക്കാൻ പറ്റും. അർജുനൻ അതാണ് ചോദിച്ചത്, മനസ്സിനെ അടക്കാൻ പറ്റുമോ ഭഗവാനെ, നടക്കുന്ന കാര്യമാണോ എന്ന്. ഭഗവാൻ പറയുന്നു പറ്റും, അഭ്യാസം കൊണ്ട് പറ്റും എന്ന് ഗീതയിൽ ഭഗവാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സാധനകള് വിവേകം, വൈരാഗ്യം, ശമം, ഇത് എളുപ്പമല്ല. പക്ഷെ ലക്ഷ്യത്തെ ഓർത്ത് ദൃഢനിശ്ചയത്തോടെ നേടാൻ സാധിക്കും. ഈ സാധനമൊന്നും എളുപ്പമല്ല. ഏത്? വിവേകം, വൈരാഗ്യം, ശമം എളുപ്പമല്ല. പക്ഷെ സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഉറപ്പായിട്ടും സാധിക്കും. ലക്ഷ്യത്തിന്റെ കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ആ ലക്ഷ്യം നേടണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ എളുപ്പമാവും. പിന്നെന്താ പറഞ്ഞേ? മനസഹ ശമ ഉച്യത്തെ, സ്വലക്ഷ്യേ നിയതാവസ്ഥ മനസ ശമ ഉച്യത്തെ. ഇങ്ങനെ നിയന്ത്രിക്കപ്പെട്ട മനസ്സിന്റെ അവസ്ഥയെ ശമഹ എന്ന് പറയുന്നു. എങ്ങനെ നിയന്ത്രിക്കപ്പെട്ട? സ്വലക്ഷ്യേ നിയതാവസ്ഥ എന്ന് ശ്ലോകത്തിൽ പറഞ്ഞു. ദോഷദൃഷ്ട്യാ മുഹുർമുഹു സ്വലക്ഷ്യേ നിയതാവസ്ഥ മനസ ശമ ഉച്യത്തെ. ശമം എന്ന് നാം പറയുന്നത് പോലെ മനസ്സ് പ്രവർത്തിക്കൽ, മനസ്സിൽ മോശം ചിന്തകൾ ഉണ്ടായിരിക്കരുത്, ആരോഗ്യമായ മനസ്സ് വേണം, വിപരീത സാഹചര്യങ്ങൾ നേരിടാനുള്ള കരുത്ത് വേണം. ക്ഷമം എങ്ങനെ നേടും എന്ന് പറഞ്ഞപ്പോ വൈരാഗ്യത്തിൽ കൂടി വിവേകത്തിൽ കൂടി അങ്ങനെ വേണം എന്ന് പറഞ്ഞു. ഒരു ചീത്ത ഗുണം കൂടെ കുറെ എണ്ണത്തിന് കൊണ്ടുവരും. ഒരു ചീത്ത ഗുണം നമ്മുടെ കൂടെ വന്നാൽ അതിന്റെ കൂടെ കുറെ ചീത്ത ഗുണങ്ങൾ വരും. നമുക്ക് അനുഭവമാണ്. ഒരു ചെറിയ അസത്യം എന്ന് വന്നു കഴിഞ്ഞാൽ കൂടെ പിന്നെ ഒത്തിരി കാര്യങ്ങൾ വരും. അതുപോലെ നല്ല ഗുണങ്ങൾക്കും ഉണ്ട് കഴിവ്. ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന എന്താണ്? സ്നേഹം. സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ, അതിലെ പ്രേമം എന്നുള്ള സ്നേഹത്തെ നമ്മുടെ കൂടെ കൊണ്ടുവന്നാൽ ബാക്കിയെല്ലാം അവിടെ ഉണ്ടാവും. സ്നേഹമുള്ളിടത്ത് അസത്യം വരില്ല. സ്നേഹമുള്ളിടത്ത് ധർമ്മപരമായിട്ടേ നമ്മൾ ജീവിക്കുള്ളൂ. സ്നേഹമുള്ളിടത്ത് അഹിംസ ഉണ്ടായിരിക്കും. ഹിംസ ഒരിക്കലും ചെയ്യില്ല സ്നേഹമുള്ളപ്പോ. അപ്പൊ എന്ത് വരും? ഇതെല്ലാം ആയാൽ ശാന്തിയായി. ഭഗവാൻ എപ്പോഴും പറയാറുണ്ട്, സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ, ഇതില് പ്രേമം വന്നാൽ ബാക്കിയെല്ലാം കൂടെ വരും. അതുകൊണ്ടാണ് ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത്. ലവ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം അവിടെ വരും. ഈ പറഞ്ഞ ശമത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. ലവ് ഉണ്ടോ, ശമം തനിയെ കൂടെ വരും. അപ്പൊ ഇത്രയുമാണ് ക്ഷമത്തിനെ കുറിച്ച് നമുക്ക് ശങ്കരാചാര്യ സ്വാമികള് ഈ വിവേക ചൂടാമണിയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത സാധന ദമം എന്നുള്ള ദമഹ എന്നുള്ളതാണ്. അടുത്ത ദിവസം നോക്കാം. അപ്പോ ശമം ശീലിക്കാനായിട്ട് ഒന്ന് കാര്യമായിട്ടൊന്ന് ശ്രമിക്കുക. വിവേകം നമുക്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. വൈരാഗ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ, ആകില്ല. വൈരാഗ്യം കൂടെ നന്നായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും വിവേകവും വൈരാഗ്യവും ഉപയോഗിച്ച് നമുക്ക് ശമഹ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഭഗവാന്റെ അനുഗ്രഹം കൂടെ വേണം. തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം വേണം. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാൻ അതിന് തരട്ടെ. പഠിച്ചതൊക്കെ പ്രാവർത്തികമാക്കാനുള്ളൊരു മനസ്സും കൂടെ നമുക്കുണ്ടാവട്ടെ. അതിനും ഭഗവാൻ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. അടുത്ത ദിവസം. സായിരാം. സായിരാം സാർ. സായിരാം. 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 സായിരാം.